എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ച ഒരു ചൂരക്കറി എളുപ്പത്തിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. മൺചട്ടിയിലോട്ട് ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറിയൊരളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉലുവയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ചെറിയുള്ളിയാണ്. അതൊരു 7 എണ്ണം വരെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയുള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഒരുപാടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇത്തിരി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ റെസിപ്പിക്ക് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വിടാതെ ഇളക്കി ഇതിൻ്റെ കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീയെ മാറ്റിയിട്ട് ആ ചെറിയ ചൂടിൽ നമ്മളിത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചട്ടിയുടെ ചൂട് മാത്രം മതി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. പിന്നെ പൊടികൾ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ചട്ടി നമ്മൾ ആ ഫ്ലെയിമിൽ തന്നെ മീൻസ് ആ ഒരു അടുപ്പിൽ തന്നെ വെക്കണ്ട, മാറ്റി വെച്ചോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചൂട് കാരണം തന്നെ തേങ്ങ കുറച്ചും കൂടെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചക്കുത്തൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ഇതങ്ങ് മാറ്റാം. ഞാൻ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ജാറുകൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തീരെ അങ്ങ് അരഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മാക്സിമം വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഈ ഒരു ചട്ടി ഞാൻ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതിനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1-1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. അതൊരു 7 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളിയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ അരപ്പിനും നമ്മളങ്ങനെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ നമ്മൾ ചേർത്തുള്ള സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വാടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ വറുത്തര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമ്മളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ആ ജാറൊക്കെ കഴുകി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് എന്തോരം ഗ്രേവി വേണോ ആ ഒരു രീതിക്ക് നമുക്കൊരു ഗ്രേവി ആക്കിയെടുക്കാം. കുറച്ച് കുടംപുളി ഞാനത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചൂരമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതങ്ങ് വാങ്ങിയെടുക്കാം. ഇപ്പം സ്വല്പം ഗ്രേവി തോന്നുന്നുണ്ടെങ്കിൽ പോലും ചൂടാറി കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലെത്തും. കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.